എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, ഇന്ന് ബസൂക്ക മരണമാസ് ഗുഡ് ബാഡഗ്ലി. ഇയാള് പാട്ടും പാടിയിരുന്ന ഇതൊന്നും കാണാൻ നടക്കൂല. പാട് പറയ് വേഗം. പാടുപെടും. ഓക്കെ, ഫസ്റ്റ് വൺ ദാവീദ്. ആന്റണി പെപ്പെ നായകനായ സിനിമയാണ്. അത്യാവശ്യം മോശമില്ലാതെ വിജയം നേടിയിട്ടുണ്ട്. ഈ സിനിമ OTT വരുന്നുണ്ട് ZEE5 ഏപ്രിൽ 18. ഓക്കെ ഓക്കെ, കുറച്ച് താമസം വന്നു അല്ലേ? ലേറ്റ്. എല്ലാ സിനിമകളും ഉണ്ട്. ആ ടൈമിൽ വന്ന സിനിമകളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഡൊമിനിക് എവിടെ? ഡൊമിനിക്, പിന്നെ കുറെ ഉണ്ടല്ലോ, മറ്റേ ബ്രൊമാൻസ്, പൈങ്കിളി, ഇതൊക്കെ 11, 12 അങ്ങനത്തെ ടൈമിലാണ് വരുന്നത്. 14 തീയതി 11 പൈങ്കിളി വരും. റൊമാൻസ് ഈ മാസം തന്നെയാണെന്നാണ് കേൾക്കുന്നത്. അറിഞ്ഞുകൂടാ, എന്നാ ഡേറ്റ് വന്നിട്ടില്ല. അടുത്തത് ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ മൂവി. പീരിയോഡിക് ആക്ഷൻ ഡ്രാമ. ഡയറക്റ്റ് ചെയ്യുന്നത് മാത്തുക്കുട്ടി സേവ്യർ. ഓക്കെ, സ്ക്രിപ്റ്റ് വിമൽ ഗോപാലകൃഷ്ണൻ. ഓക്കെ, അരുൺ നാരായണനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആക്ഷൻ പീരിയോഡിക് ഡ്രാമ. യെസ്, എന്താവും ഇത് അന്ന് പറഞ്ഞ സാധനമല്ലേ, 80 ആ ടൈമിലാണ് പറഞ്ഞത്. അത് പക്ക മറ്റേ മറ്റേ ഒരുപാട് പീരിയോഡിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ. അല്ല, ഒരു നോർമൽ കുറച്ച്, അതായത് ഒരു 10-30 വർഷം പഴക്കം, അത്രേ ഉള്ളൂ. നന്നാവുമായിരിക്കാം. അടുത്ത കിഴി ഹൃതിക് റോഷൻ. മൈത്രി മൂവി മേക്കേഴ്സ് എടുക്കുന്നുണ്ടോ? ബോബി കൊല്ലി. ദാഖു മഹാരാജ സംവിധാനം ചെയ്ത ബോബി കൊല്ലി അടുത്തതായിട്ട് ഹൃതിക് റോഷനെ നായകനാക്കി സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ഈ സിനിമ നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആയിരിക്കും. സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ കേൾക്കുന്നത്, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? വന്നാലേ, കാരണം ആ രീതിയിൽ മാസീവായിട്ട് ഹൃതിക് റോഷനെ അങ്ങോട്ട് അവതരിപ്പിച്ചാലേ എന്തായിരിക്കും അത് പൊളിക്കും. ബോളിവുഡില് 1000 കോടി. അടുത്തത് ആലപ്പുഴ ജിംഖാന സിനിമ. ശിവകാർത്തികേയനെ മീറ്റ് ചെയ്തു, ട്രെയിലറൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സംഭവമൊക്കെ ഗംഭീരമായിട്ടുണ്ടെന്നാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും സിനിമ ഇന്ന് റിലീസ് ചെയ്യാണ്. കണ്ടിട്ട് അഭിപ്രായം പറയാം. ഞങ്ങൾ വൈകുന്നേരം വൈകിട്ട് വരാം, നിന്റെ റിവ്യൂ ആയിട്ട് വരും. യെസ്, രാവിലെ ബസൂക്ക, പിന്നെ ഗുഡ് ബാഡഗ്ലി. അതിനുശേഷം രാവിലെ ബസൂക്ക, ഉച്ചയ്ക്ക് ആലപ്പുഴ ജിംഖാന, വൈകിട്ട് ഗുഡ് ബാഡഗ്ലി. ഇത് പോരാളിയാ, ഇത് മതിയളിയാ. ഓക്കെ, അടുത്ത കിഴി ലെനിൻ. അഖിൽ അത്നേനി നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്, ഒരു ഗ്ലിംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് ശ്രീലീലയാണ് നായിക കേട്ടോ. എന്തായിരുന്നു അവിടെ സംവിധായകന്റെ ഒരു പേരുണ്ടല്ലോ? മുരളി കിഷോർ അബ്രു. അത് മാത്രം അബ്രു മോനെ നന്നായി ചെയ്യണേ. എന്താണെങ്കിലും അഖിലജ്ഞാനിയാണ്, കാത്തിരിക്കാം. അടുത്തത് പടക്കളം. ഷറഫുദ്ദീനും സുരാജും ഒരുമിക്കുന്ന സിനിമ. സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് മെയ് 8. ഈ 28 അങ്ങ് പറഞ്ഞു ആർക്കറിയാം, 18, 28 ഉള്ളൂ പല ഡേറ്റുകളും പറയുന്നത്. 28 എന്താണെങ്കിലും മെയ് 8 സിനിമ എത്തുന്നത്. മനു സ്വരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സുരാജ് വെഞ്ഞാറുമൂടും പിന്നെ ഷറഫുദ്ദീനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. യെസ്. അടുത്തത് റെട്രോ. കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന സിനിമ. സിനിമ റിലീസിനെത്തുന്നത് മെയ് 1. ഇതിന്റെ ഒരുപാട് സ്റ്റിൽസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വികടനാണ് ഇത് പുറത്തുവിടുന്നത് കേട്ടോ. അതെ, വികടന്റെ കണ്ടമാന സാധനം വരുന്നുണ്ട്. അത് കാണാത്ത സ്റ്റില്ലുകളൊക്കെ, കാണാത്ത സ്റ്റിൽസ്, കാണാത്ത കോസ്റ്റ്യൂം. ഉദ്ദേശമാവോ എന്തത്? നമുക്ക് ശരിയാണ്, നിങ്ങളുടെ വലുപ്പം നമുക്കറിയാം, പക്ഷെ ഇത്രയൊക്കെ വിടണം. ആ റെഡ് കോസ്റ്റ്യൂം ഇല്ലേ, പൊളി. ആ സാധനമാണ് മറ്റേ ഇരിക്കുന്നില്ലേ? ഇരിക്കുന്നല്ല, ആ നടന്നു വരുന്ന ഒരു കൂട്ടത്തിൽ നടന്നു വരുന്നതിനകത്തുണ്ടല്ലോ റെഡ്, ഓറഞ്ച്, റെഡാണ്, ഓറഞ്ച്. അത് മറ്റേ ഫൈറ്റ് ആണ്. കൊറേ ദിവസം റിഹേഴ്സൽ ചെയ്തിട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഒറ്റ ഷോട്ടില് ട്രെയിൻ ഫൈറ്റോ? ആ ഫൈറ്റിന്റെ സാധനം ഇങ്ങനെ പുറത്തുവിടാവോ? ഇത് മോശത്തരാണ് ഈ കാണിക്കുന്നത്. അടുത്തത് NTR പ്രശാന്ത് നീൽ മൂവി. വൻ പ്രതീക്ഷയിലിരിക്കുന്നു. 12 മണിക്ക് എന്തോ അനൗൺസ്മെന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 12 മണി ആയപ്പോൾ ഇതാ വരുന്നു. 22-ാം തീയതി NTR ജോയിൻ ചെയ്യുന്നു.
ആളന്ന് ഫസ്റ്റ് മുതൽ ജോയിൻ ചെയ്തില്ല. അപ്പോൾ അന്ന് ഫസ്റ്റ് ദിവസം വന്നിട്ട് തിരിച്ചു പോയി മറ്റേ വാറ് ചെയ്യാൻ പോയിട്ടുണ്ടോ? പാർട്ട് എനിക്ക് ഈ യുദ്ധത്തിന് മുമ്പ് അവിടെ കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന്. ഓക്കെ, ഞാൻ പടയാളിയായി പോയില്ലേ. അടുത്ത നോബഡി സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്. അതിന്റെ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങി. നിസാം ബഷീറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് റോഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം ആളുടെ അടുത്ത സിനിമയുണ്ടോ. പൃഥ്വിരാജും പാർവതി തിരുവോത്തുണ്ട്. പിന്നെ നമ്മുടെ ഹക്കീം ഷാജഹാൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. കൊള്ളാം, ഗംഭീരമാട്ടെ. DD നെക്സ്റ്റ് ലെവൽ. സന്തനം കറക്റ്റ് ആയിരുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് എന്തോ തെറ്റിപ്പോയിന്നൊരു വിളി വന്നു. സന്തനം നായകനാകുന്ന സിനിമയാണ്. മെയ് 16 സിനിമ റിലീസിന് എത്തുകയാണ് കേട്ടോ. എസ് പ്രേമാനന്ദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കത്തി കൊടുവാണ്. ഓ, ആ കത്തിയാണോ ഉദ്ദേശിച്ചേ? ഞാൻ വിചാരിച്ചു കത്തി. എന്ത് കത്താനാ? അത് പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല കേട്ടോ, ശരിയാ. അടുത്തത് എമ്പുരാൻ സിനിമ കേരളത്തിൽ നിന്ന് 80 കോടി ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. അതിൻ്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഇല്ലേ, 2 ദിവസമായി അല്ലേ? 2 ദിവസമായി വന്നിട്ട്. നമ്മളിത് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടിയില്ല. സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറേ വന്നതുകൊണ്ട് എല്ലാം കൂടി നടന്നില്ല. അതെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ജംഗിൾ പൊളി സോങ് ഔട്ട് ആയിട്ടുണ്ട് ഇന്നലെ. പൊളി സാധനം, ഗംഭീര സാധനം കേട്ടോ. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂലാത്തതുകൊണ്ടാട്ടോ റിയാക്ഷൻ ചെയ്യാത്ത. പല ആൾക്കാരും കമന്റ് ഇടുന്നുണ്ട് റിയാക്ഷൻ ചെയ്യണം. കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഒട്ടുമിക്ക സോങ്ങുകളും നമ്മൾ ഒഴിവാക്കുന്നത്. ഓക്കെ, അടുത്തത് എമ്പുരാൻ വന്ന് പോയ സ്ഥിതിക്ക് ബസൂക്ക സിനിമ 9. എമ്പുരാൻ വന്ന് പോയ സ്ഥിതിക്ക് ഇനി എന്താ വരാൻ പോണെന്ന് പറയാൻ വന്നതാ. അപ്പത്തേക്കും വന്നത് ബസൂക്ക. എന്താണെങ്കിലും 9 മണിക്ക് ഷോ ആണ്, പോയി കണ്ടിട്ട് വരാം. ഇത് പറയാനാണ് ഒരു കിഴി ഇതിനകത്ത് എഴുതിയിട്ട്. അത് മാത്രല്ല, പറഞ്ഞോ പ്രതീക്ഷകൾ പ്രിവ്യൂ പോലെ പറഞ്ഞിട്ട് വേണം നിനക്ക് തമ്പനയിൽ പ്രിവ്യൂ ഒന്ന് കേറ്റാ അല്ലേ? നീ ആള് വാടിനോടായിപ്പ് തന്നെ കേട്ടോ. എന്താണെങ്കിലും ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമേന്റെ റിലീസ് ഡേറ്റ് വന്ന് ആ ടൈം മുതൽ ഞാൻ വിചാരിച്ചിരുന്നതാണ് സിനിമ ഫസ്റ്റ് ഷോ കാണുന്നത്. ഞാൻ പിന്നീട് ജോയിൻ ചെയ്തതാ, അതായത് ഏച്ച് കെട്ടിയതാ വന്നിട്ട് കഴിഞ്ഞ ദിവസം. പ്രതീക്ഷ വന്നു ലാസ്റ്റ് ടൈമിൽ. അതെ, അതുകൊണ്ട് ഞാനും പോകാൻ തീരുമാനിച്ചു. പിന്നെ അത് മാത്രമല്ല, 9 മണിക്കുള്ള ഷോ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് കിട്ടി. അല്ലെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംഭവങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ, പിന്നെ പ്രിവ്യൂവിന്റെ അഭിപ്രായം വന്നപ്പോൾ ഞങ്ങള് ഇവിടെ അല്ല ഉള്ളടത്ത് പോവാം എന്നുള്ള ധാരണയിലെത്തിയായിരുന്നു. മഞ്ചേരി പോകാന്നുള്ള തീരുമാനമായിരുന്നു. പിന്നീട് മഞ്ചേരിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇവിടെ വന്നു അടുത്ത്. ഓക്കെ, അപ്പം പടം കണ്ടിട്ട് വരാം. യെസ്, അടുത്ത കിഴി ഇതും കൂടി പറഞ്ഞിട്ട് ഇനിയുണ്ടോ? ഹിറ്റ് 3 സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസ് സ്വന്തമാക്കി. മനസ്സിലായല്ലോ, മനസ്സിലായി. എന്തൊക്കെയോ ചിലത് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പാർട്ട് 3 അല്ല പാർട്ട് 4 മേ ബി കാത്തിരിക്കാം. എന്താണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എടുത്തല്ലോ, അത് മതി. അപ്പം എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരൂല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂ ആയിട്ട് ഉടനെ വരാം. ബൈ.